ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. മൈക്കിൾ 2026 ഒഫീഷ്യൽ ടീസറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ജാഫർ ജാക്സൺ ആണ് മെയിൻ കാസ്റ്റിൽ വരുന്നത്. ജാഫർ ജാക്സന്റെ അങ്കിളാണ് മൈക്കിൾ ജാക്സൺ. സോ എല്ലാം റിലേറ്റഡ് ആണ്. മൈക്കിൾ ജാക്സന്റെ ഒരു ബയോപിക് എന്ന പോലെയാണ് ഈ സിനിമ അവർ എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് ഈ അടുത്ത വർഷം തന്നെ റിലീസ് ചെയ്യുമെന്നും അവർ പറയുന്നു. മൈക്കിൾ ജാക്സനെ പോലെ ഒരു ഗ്ലോബലി സ്റ്റാർഡമുള്ള അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മൈക്കിൾ ജാക്സന് മുമ്പുണ്ടോ അതോ ശേഷമുണ്ടോ എന്നുള്ളതൊരു സംശയചിഹ്നമാണ്. അത്രയ്ക്കുള്ള ഒരു പോപ്പുലാരിറ്റി മൈക്കിൾ ജാക്സൺ, അതായത് വിത്തൗട്ട് ദി ഇൻ്റർനെറ്റ്, വിത്തൗട്ട് ദി സോഷ്യൽ മീഡിയ, അങ്ങനെ പരകായ പ്രവേശങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഗ്ലോബലി സ്റ്റാർഡം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല. അതിൻ്റെ ടീച്ചർ നമുക്ക് റിയാക്ട് ചെയ്യാൻ. കമന്റ് ഗൈസ്. ലയൺസ് ഗേറ്റ്. I know you've been waiting a long time for this. The tracks are made, the songs are ready. Let's take it from the top. This is your story. Honor your past. Embrace the അത് കാണുമ്പോൾ തന്നെ ഒരു ഗൂസ്ബംസ് ആണ്. ആ ഒരു എന്താ പറയാ അല്ലേ, കറക്റ്റ് മേക്ക് ഓവർ അല്ലേ, കറക്റ്റ് മൈക്കിൾ ജാക്സനെ പോലെ. ഞാൻ പറയില്ലേ, മൈക്കിൾ ജാക്സൺ ജാഫർ ജാക്സന്റെ അങ്കിളാണ്. ഇവരെല്ലാം ഒരു റിലേറ്റീവ്സ് ആണ്. അപ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്ന ആ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്. Can you lower the lights for me, please? Okay, but remember, in here, keep those feet still, my man. Michael, produced by Graham King, John Brancatt, John McClane, written by John Logan, directed by Antoine Fuqua. In theaters April 24. So 2026 April 24 മൈക്കിൾ റിലീസ് ചെയ്യാണ്. ഇനി ഗ്ലോബലി ഒരു എന്താ പറയുക, ഒരു പ്രോസ്പെറസ് ആയിട്ട് ഒരു വലിയൊരു റിലീസ് തന്നെ ഉണ്ടാവും. ആൻഡ് ടീസറും സൂപ്പറായിട്ടുണ്ട്. മൈക്കിൾ ജാക്സന്റെ ആ ഒരു റിസംബ്ലൻസ്, അല്ലെങ്കിൽ ഐ നോ അത് മൈക്കിൾ ജാക്സൺ അല്ല, ബട്ട് അത് ഒരു ബയോപിക്കിൽ അതേപോലെ ഒന്ന് കൊണ്ടുവരിക, അതേ ഒരു കരിഷ്മ അല്ലെങ്കിൽ അതേപോലെ ആ ഒരു ഫേസ് കട്ടൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതൊരു ഡയറക്ടറിന് എന്താ പറയുക, ഒരു ആക്ഷൻ പറയുമ്പോൾ അത് ആ ഒരു സാധനം നമുക്ക് കിട്ടണം. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പടം ജയിച്ചു എന്നാണ് അർത്ഥം. എനിക്ക് തോന്നുന്നു ഈ ടീസർ കണ്ടപ്പം ആ ഒരു മൈക്കിൾ ജാക്സന്റെ ആ റിസംബ്ലൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ബിക്കോസ് അതൊരു ചിലപ്പം ഫാമിലിയിലെ ആളായതുകൊണ്ടും ആയിരിക്കാം. മൈക്കിൾ ജാക്സനൊക്കെ എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നും. കാരണം അജാതി ഒരു ആൾക്കാരാണ്. ഇല്ലേ, എന്താ പറയുക, നമ്മൾ കാണാത്ത എന്ത് പാട്ട്, ഡാൻസ് ആൻഡ് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നില്ലാത്ത കാലത്തും എല്ലാവർക്കും എല്ലായിടത്തും ഉള്ളവർക്കും അറിയാം. ആൻഡ് പുള്ളി എനിക്കൊന്നും മരിച്ച സമയങ്ങളിലൊക്കെ എന്തുമാത്രം ഇവിടെ അല്ലേ, എത്ര തിരക്കുകളും കാര്യങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും ലോകമെമ്പാടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വാർത്തകളിലും വിഷമങ്ങളും. ആൻഡ് ഈ ടീസറിൽ ജാഫർ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ ബയോപിക്കിലായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് മൈക്കിൾ ജാക്സനെ കണ്ട പോലെയാണെന്ന് തോന്നുന്നത്. കാരണം അതുപോലെ ഉണ്ട് അല്ലേ, ആ ഡാൻസും ആ കാര്യങ്ങളും ഡ്രസ്സിങ്ങും എല്ലാം അതുപോലെ ഉണ്ട്. ഇപ്പോഴും എനിക്കറിയാം അത് മൈക്കിൾ ജാക്സൺ അല്ല, പക്ഷെ അത് ക്യാരക്ടർ അത് തോന്നിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ആക്ടർ എന്ന്. എനിക്കൊരു ജാഫർ ജാക്സന്റെ ഫസ്റ്റ് സിനിമ എന്തോ ആണെന്ന് തോന്നുന്നു. ആൻഡ് അവരൊരു ഫാമിലിയിലെ ഒരു ഇതും കൂടെ ആയതുകൊണ്ട് ആ ഒരു റിസംബ്ലൻസ്, ഫേസ് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതുപോലെ വരുന്നുണ്ട്. ആൻഡ് ഒരു ഗ്ലോബലി സ്റ്റാറാണ്. ആൻഡ് മൈക്കിൾ ടീസർ അടിപൊളി.